നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ബസ്സിലെ യാത്രക്കാരനോട് സഹയാത്രികരെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കൂടെയുള്ളത് സഹോദരിയാണോ, ഭാര്യയാണോ, കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യാത്രക്കാർ തമ്മിലുള്ള ബന്ധം അറിയേണ്ട കാര്യം KSRTC ജീവനക്കാർക്ക് ഇല്ല എന്നും യാത്രക്കാർ വണ്ടിയിൽ കയറണം എന്നുള്ളത് മാത്രമാണ് KSRTCയുടെ ആവശ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSRTC സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ജീവനക്കാരെ ഉപദേശിച്ചുകൊണ്ടും യാത്രക്കാരുടെ പരാതികൾ പങ്കുവെച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ റീൽ പരമ്പരകളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം. ബുക്ക് ചെയ്ത ബസ്സിൽ കയറിയ സഹോദരിയെയും സഹോദരനെയും ചോദ്യം ചെയ്യുകയും വീണ്ടും ടിക്കറ്റ് എടുപ്പിക്കുകയും ചെയ്ത കണ്ടക്ടറെ കുറച്ചുനാൾ മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. KSRTC സംബന്ധിച്ച യാത്രക്കാരാണ് യജമാനെന്നും റീലിൽ മന്ത്രി പറയുന്നുണ്ട്. സ്വിഫ്റ്റിലെയും KSRTCയിലെയും കണ്ടക്ടർമാർ അവരോട് സ്നേഹത്തിൽ പെരുമാറണം. ഇത്തരം പെരുമാറ്റം KSRTC സേവനം മെച്ചപ്പെടുത്തുമെന്നും വരുമാനം വർദ്ധിപ്പിക്കുമെന്നും അത് ജീവനക്കാർക്ക് അന്തസ്സായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്നും മന്ത്രി തന്നെ പറയുന്നു. സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടും സ്നേഹത്തോടെ പെരുമാറണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ഒരു കാര്യം, അതായത് ഈ ബസ്സിനകത്ത് കയറുന്ന യാത്രക്കാർ കൂടെയുള്ളത് ഒരു പുരുഷൻ കയറുകയാണെങ്കിൽ അയാളുടെ കൂടെ ഒരു സ്ത്രീ കൂടെ കയറുകയാണെങ്കിൽ വളരെ മോശം അർത്ഥത്തോടു കൂടി നോക്കുന്ന ചില കണ്ടക്ടർമാർ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ അത്തരം കളികളൊന്നും ഇനി ബസ്സിനകത്ത് നടക്കുകയില്ല. അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ഒരാവശ്യം കണ്ടക്ടർ എന്ന നിലയിൽ കണ്ടക്ടർക്ക് ഇല്ല. കണ്ടക്ടറിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തം ബസ്സിൽ ആൾ കയറുക, അയാൾ തിരിച്ച് അതേ സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അത്തരം കാര്യങ്ങൾ, യാത്രക്കാരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. യാത്രക്കാരുടെ കൂടുതൽ വിവര അന്വേഷണത്തിനൊന്നും പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനി ഏതെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമൊക്കെ തന്നെ ഇനി നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ ചോദിക്കേണ്ടത് ഒരു കണ്ടക്ടറിന്റെ ഉത്തരവാദിത്തമല്ലേ? കാരണം മുമ്പ് കൊച്ചിയിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊന്ന ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അന്ന് മാർക്കറ്റ് പരിസരത്തിലേക്ക് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പല ആളുകളും കണ്ടതാണ്. കണ്ടിട്ട് എന്താണ് ഇത്, ആരാണെന്ന് ചോദിച്ചപ്പോൾ മകളാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടിട്ട് പോലും അത് കൂടുതലും ചോദിച്ചറിയാത്തത് ആ കുഞ്ഞിന്റെ ജീവൻ ആപത്തായി എന്ന് പലരും കുറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കണ്ടക്ടർ ഈ ഒരു നിർദ്ദേശം അനുസരിക്കുകയാണെങ്കിൽ അവിടെ മിണ്ടാതെയായി പോകില്ലേ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി പറഞ്ഞത് അനാവശ്യമായ കാര്യങ്ങളിലേക്ക്, അതായത് ഒരു സ്ത്രീയും പുരുഷനും, പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. എന്തായാലും പുതിയ മാറ്റങ്ങൾ, KSRTCയിലെ പുതിയ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും ചർച്ചയാകാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിഷയവും ചർച്ചയായിരിക്കുകയാണ്.